So what is our fourth chapter? That is sorting materials into groups. So namakadayil ഒരുപാട് objects undalla. We can see different types of objects. So how we are sorting different objects into a group? Solids, liquids, അല്ലെങ്കിൽ gases, അല്ലെങ്കിൽ plastic items, rubber items, ഇങ്ങനെ പല പല നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പല പല ഐറ്റംസ് ഉണ്ട് അല്ലേ, നമുക്ക് പല പല ഗ്രൂപ്പുകൾ കിട്ടും. So how we are sorting these materials into groups? So in this chapter what we are going to study? We are going to study the different properties of materials. Clear ആവുന്നുണ്ടോ? And how we can sort the different materials into a group. So, objects around us. We have seen that our food and clothes have so much variety in them. Not just food and clothes, there is such a vast variety of objects everywhere. We see around us chair, bullock cart, cycle, cooking utensils, books, clothes, toys, water, stones, and many other objects. All these objects have different shapes, colors, and uses. So ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി നമുക്കിടയിൽ എന്താണ് ഒരുപാട് ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഈച്ച് ഒബ്ജക്ട് ഈസ് എന്താണ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ അല്ലെ. ഇൻ എന്താണ് ദേ വേരി ഫ്രം ഈച്ച് അതർ ഇൻ ദെയർ ഷേപ്സ്, കളേഴ്സ്, യൂസസ് അല്ലെ. പിന്നെ പ്രോപ്പർട്ടീസ് പലതുണ്ട്. ഓരോ മെറ്റീരിയലിനും ഓരോ പ്രോപ്പർട്ടീസ് ആണ്. ഇങ്ങനെ ഓരോ മെറ്റീരിയലും നമുക്ക് ചുറ്റിനും കാണുന്ന ഓരോ മെറ്റീരിയലും എന്താണ് ഇറ്റ് വേരീസ് ഫ്രം വൺ ടു അനദർ അല്ലെ. Pinne, look around and identify objects that are round in shape. Our list may include a rubber bowl, food bowl, and glass marble. If we include objects that are nearly round, our list could also include objects like apples, orange, and earthen picture. So, നമുക്കിടയിലുള്ള എന്താണ് ഷേപ്പ് അനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസിനെ സോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ if we take our list as like round ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ് റൗണ്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒബ്ജക്ട്സ് നമുക്ക് ചുറ്റിനുണ്ട് അല്ലെ. സി റബ്ബർ ബോൾ ഉണ്ട്, ഫുഡ് ബോൾ, പിന്നെ ഫ്രൂട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ചസ്, ആപ്പിൾസ്, അങ്ങനെ പല ഐറ്റംസ് നമുക്ക് എന്താണ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. സോ ഇഫ് വി ക്ലാസിഫൈ ദ ഒബ്ജക്ട്സ് അക്കോർഡിംഗ് ടു ദെയർ ഷേപ്പ്, ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറെ ഒബ്ജക്ട്സ് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ പറ്റും. ഇഫ് വി ലുക്ക് ഫോർ ഒബ്ജക്ട്സ് ദാറ്റ് ആർ എഡിബിൾ, ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒബ്ജക്ട്സ് നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും അല്ലെ. എന്താണ് ഫുഡ് ഐറ്റംസ്, എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സീരിയൽസ്, മില്ലറ്റ്സ്, അങ്ങനെ കുറെ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. Then let us say we wish to make a group of objects that are made of plastic. പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒബ്ജക്ട്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് ബക്കറ്റ്സ്, ലഞ്ച് ബോക്സസ്, ടോയ്സ്, വാട്ടർ കണ്ടെയ്നേഴ്സ്, പൈപ്പ്, അങ്ങനെ ഒരുപാട് ഒബ്ജക്ട്സ് നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. സോ there are so many ways to group objects അല്ലെ. പല ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പല പല മെത്തേഡ് ഉണ്ട്. ബേസ്ഡ് ഓൺ their ഷേപ്പ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ their കളേഴ്സ്, ബേസ്ഡ് ഓൺ their യൂസസ്, അങ്ങനെ പല ഒബ്ജക്ട്സിനെയും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഓൾ ഒബ്ജക്ട്സ് അറൌണ്ട് us are made of one or more materials. These materials may be glass, metal, plastics, wood, cotton, paper, mud or soil. So നമുക്ക് ചുറ്റും കാണുന്ന ഒബ്ജക്ട്സിന് എന്താണ് made up of one or more materials. ഒരു മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ മോർ ദാൻ വൺ മെറ്റീരിയൽ കൊണ്ടോ നിർമ്മിച്ച വസ്തുക്കളാണ് നമുക്ക് ചുറ്റിനും കാണാൻ പറ്റുക അല്ലെ. സോ ദീസ് മെറ്റീരിയൽസ് എന്താണ് കോമൺ ആയിട്ട് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഒബ്ജക്ട്സ് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലാസ് കൊണ്ടുണ്ട്, മെറ്റൽ, പ്ലാസ്റ്റിക്സ്, വുഡ് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, കോട്ടൺ, പേപ്പർ, മഡ്, സോയിൽ, അങ്ങനെ പല മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒബ്ജക്ട്സ് നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. ഓക്കെ, സോ ദർ ഇസ് ആൻ ആക്ടിവിറ്റി ഗിവൻ there. That is activity number 1. Let us collect as many objects as possible from around us. Each of us could get some everyday objects from home, and we could also collect some objects from the classroom or from outside the school. So നിങ്ങൾ ഒരു different type of objects ന്റെ ഒരു collection ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. That is in activity 1. Okay. Then
Separate all objects from this collection that are made from paper or wood. Then, according to the material, type of material. അല്ലെ, നിങ്ങൾ കുറെ ഒബ്ജക്ട്സ് കളക്ട് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സെപ്പറേറ്റ് ദ ഒബ്ജക്ട്സ്. അതിന്റെ മെയ്ഡ് നോക്കിയിട്ട് നിങ്ങൾ ആ ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുക. എന്താണ്? ദാറ്റ് ആർ മെയ്ഡ് ഫ്രം പേപ്പർ ഓർ വുഡ്. പേപ്പർ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുക. വുഡ്, തടി കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുക. So this way we have divided all objects into two groups. One group has the objects that are made from paper or wood, while the other group has the objects that are not made of these materials. Similarly, we could separate the things that are used for preparing food. Okay, so let us be a little more systematic. List all objects collected in table 4.1. Try to identify the materials that each one is made up of. Okay, so 4.1 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അക്കോർഡിംഗ്ലി നിങ്ങൾ കുറെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുക. അതാണ്, ദാറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഫോർ യു. ഓക്കെ, ദെൻ യു ക്യാൻ ഫിൽ ദ ടേബിൾ 4.1 പോലെ നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് യു ക്യാൻ make one table also. If you are interested, you can do that activity. Okay, so what is the purpose of this activity? So to identify the different properties of materials. നമ്മൾ പഠിച്ചു, നമുക്ക് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ പല ഒബ്ജക്ട്സും പല മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് മെറ്റീരിയൽസിനെ നിങ്ങളോട് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണത്? ടു ഐഡന്റിഫൈ ദ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. Okay, so have you ever wondered why a tumbler is not made with a piece of cloth? So recall our experiments with piece of cloth in chapter 3, and also keep in mind that we generally use a tumbler to keep a liquid. Therefore, would it not be silly if we were able to make a tumbler out of cloth? What we need for a tumbler is glass, plastic, metal, or other such material that will not hold water. Similarly, it would not be wise to use paper-like materials for cooking vessels. So, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഓരോ യൂസിനെ ബേസ് ചെയ്തിട്ട് എന്താണ് മെറ്റീരിയൽസും ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ടംബ്ലർ എന്തുകൊണ്ട് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ടംബ്ലറിന്റെ യൂസ്? ടംബ്ലർ സാധാരണ നമ്മൾ ടംബ്ലർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്. നമ്മൾ ഗ്ലാസ് എന്തിനാണ്? വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള മെറ്റീരിയല് നമ്മൾ ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? വെള്ളം എന്ന് പറയുന്നത് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയ ദാറ്റ് വിൽ നോട്ട് ഹോൾഡ് വാട്ടർ, അല്ലെ? സോ ടംബ്ലർ എന്തുകൊണ്ടാണ് യൂഷ്വലി ഉണ്ടാക്കുന്നത്? സ്റ്റീല് അല്ലെങ്കിൽ ഗ്ലാസ് ഇങ്ങനെയൊക്കെ കൊണ്ടാണ് നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുന്നത്, അല്ലെ? ദാറ്റ് ക്യാൻ ഹോൾഡ് വാട്ടർ. പേപ്പർ കൊണ്ടും നമ്മൾ ഉണ്ടാക്കില്ല, അല്ലെ? സോ there are based on the use, the materials will also vary, അല്ലെ? നമ്മുടെ ഓരോ യൂസിനെ ബേസ് ചെയ്തിട്ട് the materials used for preparing that thing is varying, അല്ലെ? നമ്മൾ ഫോർ എക്സാമ്പിൾ ഗ്ലാസ് ആണെങ്കിൽ, ടംബ്ലർ ആണെങ്കിൽ നമ്മൾ സാധാരണ ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. It will not be made from paper or ക്ലോത്ത്. സോ നമ്മുടെ യൂസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ properties of the materials also is varying. Then appearance. Materials usually look different from each other. Wood looks very different from iron. Iron appears different from copper or aluminum. At the same time, there may be some similarities between iron, copper, and aluminum that are not there in wood. So materials അവരുടെ അപ്പിയറൻസും വ്യത്യാസമായിരിക്കും, അല്ലെ? സോ വുഡ് ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല അയൺ ഇരിക്കുന്ന പോലെയല്ല കോപ്പർ ഇരിക്കുന്നത്, അലൂമിനിയം. സോ എവറി മെറ്റീരിയൽ ഈസ് ഡിഫറെന്റ് ഇൻ അപ്പിയറൻസ്. അവരുടെ ലുക്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, പേപ്പർ, ക്ലോത്ത്, ഡിഫറെന്റ് മെറ്റീരിയൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ അപ്പിയറൻസും വ്യത്യാസമായിരിക്കും, അല്ലെ? ബട്ട് സം പ്രോപ്പർട്ടീസ് ലൈക്ക് അയൺ, കോപ്പർ, അലൂമിനിയത്തിന്റെ ഒക്കെ സം പ്രോപ്പർട്ടീസ് മേ ബി സിമിലർ, ബട്ട് ദ അപ്പിയറൻസ് വിൽ ബി ഡിഫറെന്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്? നമ്മുടെ ചുറ്റിനും കാണപ്പെടുന്ന ഒബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. Then how we can classify different objects into a group. So നമ്മൾ പഠിച്ചത് based on the shape. For example, നമ്മൾ റൗണ്ട് ഷേപ്പ് ഉള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ യൂസ്ഡ്. ഓരോ സാധനത്തിനും യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് വിൽ ബി വേരിയിങ് ഫ്രം വൺ അനദർ.
അല്ലെ? ഓരോ മെറ്റീരിയലിനും ഓരോ പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. സോ ഫസ്റ്റ് വൺ നമ്മളിവിടെ നോക്കിയത് എന്താണ്? അപ്പിയറൻസ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. സോ അപ്പിയറൻസ് എന്ന് പറയുന്നത് that will vary from one another. ഓരോ മെറ്റീരിയലിന്റെ അപ്പിയറൻസ് എന്താണ്? ഓരോന്നും ഡിഫറെന്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? സോ ഓരോ ലൈക്ക് എന്താണ്? അയൺ, കോപ്പർ, അലൂമിനിയം അല്ലെങ്കിൽ പേപ്പർ, ക്ലോത്ത്, ഇതിന്റെ എല്ലാം അപ്പിയറൻസ് ദാറ്റ് ഈസ് വേരിയിങ് ഫ്രം വൺ അനദർ. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. വാട്ട് ഇറ്റ് ഈസ്? അപ്പിയറൻസ്. അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ദേ ലുക്ക്. ഓക്കെ, അവര് നമ്മൾ കാഴ്ചയിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? അപ്പിയറൻസ്. ഹൗ ദേ ലുക്ക്. സോ മെറ്റീരിയൽസ് യൂഷ്വലി ലുക്ക് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. മനസ്സിലാവുന്നുണ്ടോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ വി ഹാവ് സ്റ്റഡീഡ് one property of material, that is what? Appearance. Okay.